ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു കോളിഫ്ലവർ വെച്ചുള്ള ഒരു തോരനാണ്. ചിലർക്കെങ്കിലും കോളിഫ്ലവറിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും ഇല്ലേ? എനിക്കതുപോലെയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ദിവസം ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് വേഗം കണ്ടാലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കോളിഫ്ലവർ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള അരപ്പിന് വേണ്ടി ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 2 കഷ്ണം വെളുത്തുള്ളി എടുത്തത് നമ്മൾ കോളിഫ്ലവറിന് നല്ല ഗ്യാസ് ഉണ്ടാവും ചിലർക്ക് കഴിച്ചാൽ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 നുള്ള് ജീരകം, ഇത് ചതച്ചെടുക്കണം. പിന്നെ കോളിഫ്ലവറിൻ്റെ കൂടെ നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 2-3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും വേണം. പിന്നെ താളിക്കാനായിട്ട് കുറച്ച് ഉഴുതുപരിപ്പ്, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ. ആദ്യം നമുക്ക് ഈ കോളിഫ്ലവർ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ തോരൻ്റെ ഒരു പരുവത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തോരൻ ഉണ്ടാക്കാൻ വേണ്ടി പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിലേക്ക് നമുക്ക് കടുകും ഉഴുന്നും ഇട്ട് കൊടുക്കാം. അതിലേക്ക് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഉഴുന്ന് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞ് വെച്ച പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇട്ട് കുറച്ച് ഉപ്പുകൂടി ഇടാം. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഇത് ആവിയിലൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ചെറിയ തീയിലിരുന്ന് ഇത് നന്നായിട്ടൊന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ട അരപ്പ് റെഡിയാക്കാം. അടച്ചു വെച്ച് വേവിക്കാം. അരപ്പിന് വേണ്ടി നമുക്ക് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരപ്പും കൂടി ഇട്ട് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതൊരു 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അരപ്പും കൂടി ഒന്ന് വേവട്ടെ. ഇത് 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തോരനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അങ്ങനെ വളരെ രുചികരമായ ഒരു കോളിഫ്ലവർ തോരൻ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. കോളിഫ്ലവർ കഴിക്കാത്തവരും ഇത് കഴിക്കുക. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണും വരെ ബൈ.